അവർ പോലും അറിയാതെ ദിവസങ്ങൾ ആഴ്ചകളായി, ആഴ്ചകൾ മാസങ്ങളായി. ഈ സമയത്തെല്ലാം അവർ പലയിടങ്ങളിലായി മീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഒരുപാട് സമയം ഒരുമിച്ച് സ്പെൻഡ് ചെയ്യാറുണ്ടായിരുന്നു. ഒരുപാട് സംസാരിച്ചു. പതിയെ പതിയെ അവർ പരസ്പരം വല്ലാണ്ട് അടുത്തു. എന്നാൽ ഈ സമയത്തൊക്കെ ഇലാറയ്ക്ക് എന്തോ ഒരു സ്ട്രേഞ്ച് ഫീലിംഗ് സിദ്ധാർത്ഥിനോട് തോന്നി തുടങ്ങി. അതിന് പ്രണയമെന്നോ ഫ്രണ്ട്ഷിപ്പ് എന്നോ എന്ത് പേരാണ് ഇടേണ്ടതെന്ന് അവൾക്കറിയില്ലായിരുന്നു. അത് അവനോടുള്ള ഒരു കെയർ ആണെന്നും കൺസേൺ ആണെന്നും അവളെ തന്നെ പറഞ്ഞ് സമാധാനിപ്പിക്കാൻ നോക്കി. എന്നാൽ ഉള്ളിന്റെ ഉള്ളിൽ അവൾക്കറിയാം, അവൾക്കിപ്പോൾ സിദ്ധാർത്ഥിനോടുള്ള ഫീലിംഗ്സ് എവിടായിരുന്നു ഇത്രയും നേരം? അത് ഞാൻ കോളേജില് കൂടുതൽ ഉരുണ്ടെന്ന് കളിക്കണ്ട. എനിക്കറിയാം നീ സിദ്ധാർത്ഥിനൊപ്പം ആയിരുന്നു. നീതു, നിന്നോട് ഞാൻ അന്നേ പറഞ്ഞതല്ലേ അവനോട് കൂടുതൽ സംസാരിക്കാനോ കൂടുതൽ കാണാനോ പോണ്ടാന്ന്. നീ അവനെ പറ്റി എന്തറിഞ്ഞിട്ട് അവനോട് ഇങ്ങനെ അടുക്കുന്നേ? ഈ കണ്ട നാളെ മുഴുവൻ നീ അവന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തു എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. അതും എന്നോടൊരു വാക്ക് പോലും പറയാണ്ട്. നീ എന്താ വിചാരിച്ചേ ഞാനിത് ഒരിക്കലും അറിയില്ലാന്നോ? അങ്ങനെയല്ല, എനിക്ക് നിന്നെ ഇത് ഹൈഡ് ചെയ്യണമെന്ന് യാതൊരു പ്ലാനും ഉണ്ടായിരുന്നില്ല. നിനക്ക് സിദ്ധാർത്ഥിനെ ഇഷ്ടമില്ലാത്തതുകൊണ്ടാ. എനിക്ക് അവന് ഇഷ്ടമില്ലാത്തോണ്ടൊന്നും അല്ല ഇല്ല. ഇത് എനിക്കും നിനക്കും അവനെ പറ്റി ഒന്നും അറിയില്ല. ആകെ അറിയാന്നുള്ളത് അവന്റെ ഗേൾഫ്രണ്ടിന്റെ ലവ് സ്റ്റോറി മാത്രമാണ്. അല്ലാണ്ട് അവന്റെ ക്യാരക്ടറോ പെരുമാറ്റോ ഒന്നും അറിയില്ല. ടോട്ടലി ഒരു സ്ട്രേഞ്ചർ ആയിട്ടുള്ള ഒരാളുടെ കൂടെ നീ ഇങ്ങനെ ഏത് നേരവും ടൈം സ്പെൻഡ് ചെയ്തോണ്ടിരിക്കുമ്പോ ഞാൻ എങ്ങനെയാ സമാധാനത്തോടുകൂടി ഇരിക്കുക? എല്ലാം പോട്ടെ, വല്യച്ഛൻ ഇതുവല്ലോ അറിഞ്ഞാൽ അപ്പോഴേ നമ്മളോട് പെട്ടിയെടുത്തോണ്ട് അങ്ങോട്ട് ചെല്ലാൻ പറയും. എനിക്കിത് നിന്നോട് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് അറിയില്ല. നീ പറഞ്ഞത് ശരിയാ, എനിക്ക് അവനെ പൂർണ്ണമായിട്ടും അറിയില്ല. അവന്റെ പാസ്റ്റോ അവന്റെ ക്യാരക്ടറോ അവന്റെ ഹാബിറ്റ്സോ ഒന്നും. ആകെ അറിയാന്നുള്ളത് അവന്റെ ലവ് സ്റ്റോറി മാത്രം. പക്ഷെ അവൻ കൂടെ ഉള്ളപ്പോൾ ഐ ഫീൽ കംഫർട്ടബിൾ. അവനെ ട്രസ്റ്റ് ചെയ്യാമോന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എന്റെ ഹാർട്ട് പറയുന്നത് അവനെ ട്രസ്റ്റ് ചെയ്യാനാ. ഇല്ല, ഇതിപ്പോ ചോദിക്കുന്നത് ശരിയാണോന്നൊന്നും എനിക്കറിയില്ല. എങ്കിലും ഞാൻ ചോദിക്കാം, ഡു യു ഹാവ് ഫീലിംഗ്സ് ഫോർ ഹിം? നിന്റെ ഈ സൈലൻസിൽ നിന്ന് തന്നെ എനിക്ക് ഉത്തരം കിട്ടി. എനിക്കെന്താ പറയേണ്ടതെന്ന് പോലും അറിയില്ല. എങ്കിലും ഒരു കാര്യം ഞാൻ പറയാം, നിനക്ക് അവനോടുള്ള ഫീലിങ്സ് എന്താണെങ്കിലും, നീ അവന്റെ കാര്യത്തിൽ എടുക്കുന്ന ഡിസിഷൻ എന്താണെങ്കിലും, അതൊന്നും പിന്നീട് നിന്റെ ലൈഫിൽ റിഗ്രറ്റ് ചെയ്യാൻ ഇട വരുത്തരുത്. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അവൻ നിന്നെ ഇലാറയായിട്ടല്ല കാണുന്നത്, നന്ദുവായിട്ടാ. അതൊരിക്കലും നീ മറക്കരുത്.